ഹലോ, നമുക്കിന്ന് ഉച്ചത്തെ ഊണിന് മത്തി പൊള്ളിച്ചതുണ്ടാക്കാം. ആദ്യം മത്തി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കണം. അതിൻ്റെ പഞ്ഞിൻ അതിൽ തന്നെ വെച്ച് നല്ലോണം നന്നാക്കി വരഞ്ഞ് കഴുകിയെടുക്കാം. ചെറിയുള്ളി, വെളുത്തുള്ളി, കരിവേപ്പിൻ്റെ ഇല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ജീരകം, സുർക്ക, ഉപ്പ് എല്ലാം ഇട്ട് അരച്ചെടുത്ത് അത് മീനിൽ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് അതൊരു നല്ലോണം അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം മൊരിയുന്ന തക്കം നല്ല ഫ്രൈ ആയിട്ട് ഇരിക്കണം. ഇതിവിടെ റെഡി ആകുമ്പോഴത്തേനും ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് ഒരു മസാല ഉണ്ടാക്കണം. നമുക്ക് അതിനാദ്യമായിട്ട് ഉള്ളി വഴറ്റിയെടുക്കണം. വഴന്ന് വന്നാൽ നമുക്ക് തക്കാളി ഇടാം. മീൻ കായം തേച്ച അതേ മസാല ബാക്കി ഉള്ളത് നമ്മൾ ഇതിന് യൂസ് ചെയ്യണം. കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം, എങ്കിൽ മാത്രമേ ഇതിനും കൂടിയിട്ട് ഉണ്ടാവുള്ളൂ. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നല്ല തിക്കായിട്ട് ഗ്രേവി ആക്കി എടുക്കാം. പൊരിക്കാൻ വെച്ച മീൻ റെഡി ആയിട്ടുണ്ട്. വാഴൻ്റെ ഇല വാട്ടിയതിന് ശേഷം നല്ലോണം വെളിച്ചെണ്ണ തേച്ച് അതിലേക്ക് നമുക്ക് മസാല ഇടാം. മസാല ഒന്ന് പരത്തി നല്ലവിടക്കും എത്തുന്ന രീതിയിൽ ഇടാം. അതിൻ്റെ മുകളിലേക്ക് ഓരോ മീനുകളായിട്ട് നമുക്ക് വെക്കാം. ബാക്കി വന്ന മസാല വെച്ച മീനിൻ്റെ മേലെ തന്നെ ഇടാം. മസാല എത്രത്തോളം ഉണ്ടോ അതിലാട്ടോ ടേസ്റ്റ്. മസാലയിൽ ഭയങ്കര ടേസ്റ്റാണ്. മസാല കൂടുന്തോറും അതിൻ്റെ ടേസ്റ്റും കൂടും. എന്നിട്ട് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് പച്ചമുളകും, നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയും ഉള്ളിയൊക്കെ ഇടാം. ഞാനിതിൽ യൂസ് ചെയ്ത കാരണം അധികം ഇട്ടിട്ടില്ല. എന്നിട്ട് ഇത് നല്ലവണ്ണം കെട്ടി പൊതിഞ്ഞ് എടുക്കാം. അടുപ്പിൽ കനലിട്ട് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ വെച്ച് ഈ പൊതി നമുക്ക് അതിൽ ചുട്ടെടുക്കാം. കുറച്ച് കഴിഞ്ഞാൽ അപ്പുറം മറിച്ചിടണേ. നല്ല റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. കൂടെ നമുക്ക് കുറച്ച് ചോറെടുക്കാം, കുറച്ച് പയറുപ്പേരും, പിന്നെ നമ്മുടെ മീൻ പൊള്ളിച്ചതും നല്ല കുമ്പളങ്ങ തേങ്ങ അരച്ച് വെച്ച കറിയും കൂട്ടി നമുക്ക് കഴിക്കാം. മത്തി ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാത്തവർ അപ്പോൾ അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.